സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഈ വർഷവും ഇപ്പം ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുപ്പ് ഒക്കെ വെച്ചു. അപ്പോഴത്തേക്കുമാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് സത്യം പറഞ്ഞാൽ പൊങ്കാലയിട്ട് തുടങ്ങിയത്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു വർക്കിൻ്റെ ബേസിസിൽ. പക്ഷേ ഇതുവരെ പൊങ്കാലിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് അമൃത, അവൾ പൊങ്കാലിടാൻ വന്നു തുടങ്ങിയപ്പോഴാണ്. അവൾ കുറേ വർഷമായിട്ട് ഇടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ പൊങ്കാലിടാൻ തുടങ്ങി. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് ഷൂട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഇന്നലെയാണ് പെട്ടെന്ന് തീരുമാനിച്ചത് ഷൂട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു പൊങ്കാല സമയത്ത് ഇവിടെ ഉണ്ടാവുക, ഈ സാന്നിധ്യത്തിൽ, ദേവിയുടെ സാന്നിധ്യത്തിലൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ഷൂട്ടിലാണെന്ന് അറിഞ്ഞിട്ടും പക്ഷേ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം തീരുമാനിച്ച് ഓടി വരിക ചെയ്യുന്നുണ്ടായിരുന്നു. ദേവിയുടെ അനുഗ്രഹം ഈ ഒരു നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെയും അങ്ങോട്ട് ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന് ഇത് 19ാമത്തെ വർഷത്തെ പൊങ്കാലയാണ്. നമുക്ക് വഴിപാടുണ്ട്. 51 കാലത്തിലാണ് ഇപ്രാവശ്യം പൊങ്കാല ഇടുന്നത്. നിരത്തിച്ച് വയ്ക്കുന്നത് വർക്ക് പിന്നെ വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ കൗമുദി തന്നെ പുതിയൊരു നല്ലൊരു അടിപൊളി വർക്ക് വരുന്നുണ്ട്. ടോം ആൻഡ് ജെസ്സി ഉടനെ ടെലികാസ്റ്റ് ആവും. ഞാൻ ഒരു 2006-2007 മുതൽ ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എണ്ണീട്ടില്ല, ഇടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുള്ളത് കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് പൊങ്കാല ഇടുന്നത്. എല്ലാവർക്കും പൊങ്കാല ആശംസ. ഞാൻ ഒരുപാട് വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്. അടുപ്പിച്ച് ഉള്ള വർഷങ്ങളല്ല, എന്നാലും ഒരു 10-15 വർഷത്തിന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് നേർച്ചകളൊന്നുമില്ല. ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന. അത് ഓരോ വർഷവും ഇങ്ങനെ ദേവി സാധിച്ചു തരും. നല്ല എക്സ്പീരിയൻസാണ്. ഫസ്റ്റാണ്, ആദ്യമായിട്ട് ചെയ്യാം. അടുത്ത വർഷവും തീർച്ചയായിട്ടും വരും. നടയിൽ ആദ്യമായിട്ടാണ് നടയിലിടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്.